ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ വീട്ടിൽ വൈഫൈ സ്ലോ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? വൈഫൈൻ്റെ സ്പീഡ് കുറഞ്ഞപ്പോൾ നിങ്ങൾ പ്ലാൻ മാറ്റിയിട്ടുണ്ടോ? അതായത് കൂടുതൽ MBPS ഉള്ള കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ള പ്ലാനുകൾ മാറ്റിയിട്ടുണ്ടോ? സാധാരണയായിട്ട് നമ്മൾ വൈഫൈൻ്റെ പ്ലാനിൻ്റെ പ്രശ്നം കൊണ്ടല്ല, പലപ്പോഴും നമുക്ക് ഈ വൈഫൈയുടെ സ്ട്രെങ്ത് പല റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറയും. സോ ഇതിനായിട്ടൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ മെഷ് വൈഫൈ എന്ന് പറയുന്നത്. സോ ഞാൻ ഡെക്കോയുടെ AX3000 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷ് വൈഫൈ സിസ്റ്റം മേടിച്ചു. ഇത് 2 എണ്ണം വരുന്നതിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഈ മെഷ് വൈഫൈ സിസ്റ്റം നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ വൈഫൈയുടെ സ്ട്രെങ്ത്ത് നമുക്ക് എല്ലാ റൂമിലേക്കും എല്ലാ വീടിൻ്റെ എല്ലാ കോണിലേക്കും നമുക്ക് കിട്ടും. സോ ഈ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതിനകത്ത് ഡെക്കോ X50ൻ്റെ 2 എണ്ണം ഉണ്ട് ഇതിനകത്ത്. പിന്നെ എൻ്റെ പവർ അഡാപ്റ്റർ 2 എണ്ണം, പിന്നെ ഒരു ലാൻ കേബിള്. സോ ഇതാണ്. എന്താണ് ആദ്യം ചെയ്ത് നോക്കേണ്ടത്? നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വൈഫൈ റൂട്ടർ ഇരിക്കുന്ന അടുത്തും അല്ലെങ്കിൽ നമ്മൾ അടുത്ത റൂംസിലൊക്കെ പോയിട്ട് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വൈഫൈയുടെ അടുത്ത് കിട്ടുന്ന അതേ പ്ലാൻ അല്ലെങ്കിൽ അവർ കമ്പനി പറയുന്ന പ്ലാനിൻ്റെ അതേ സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ മൊബൈലിൽ നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈഫൈ സ്പീഡ് അറിയാൻ പറ്റും. സോ സ്പീഡ് ടെസ്റ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇരിക്കുന്ന റൂമിലാണ് ഏകദേശം വൈഫൈയുടെ റൗട്ടർ ഇരിക്കുന്ന തൊട്ടടുത്താണ്. സോ നമ്മൾ ഇതിനകത്ത് സ്പീഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ റൂമിൽ എത്ര സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ഏകദേശം 166 ഒക്കെയാണ് എനിക്കിപ്പോൾ ഇവിടുത്തെ സ്പീഡ് കാണിക്കുന്നത് ആക്ച്വലി. സോ നമ്മൾ 160 MBPSൻ്റെ പ്ലാനാണ്, ഒരു 30 MBPSൻ്റെ അപ്ലോഡ് സ്പീഡുണ്ട്. സോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂട്ടറിൻ്റെ അടുത്ത് നമുക്ക് കറക്റ്റ് സ്പീഡ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ സ്പീഡ് ടെസ്റ്റിൻ്റെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ റൂമിൽ പോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ലോഞ്ചിലൊന്ന് സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ലോഞ്ചിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കുറവാണ് കാണിക്കുന്നത്. നമുക്ക് ആ കിച്ചണിൽ കിട്ടിയ അതേ സ്പീഡ് നമുക്ക് കിട്ടുന്നില്ല. കിച്ചണിൽ നിന്ന് വേറെ റൂമിലേക്ക് എത്തിയപ്പോൾ സ്പീഡ് കുറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് മെഷ് വൈഫൈ, ഞാൻ എന്തിനാണ് മെഷ് വൈഫൈ 6 ചൂസ് ചെയ്ത് ഇന്ന് ഡെക്കോ X50 വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. മെഷ് വൈഫൈ എന്നാൽ എന്ത്, നോർമൽ റൂട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിവൈസിൻ്റെ വാല്യൂ പ്രോപ്പറായിട്ട് മനസ്സിലാകും. സോ ട്രഡീഷണൽ റൂട്ടിൽ ഒരു ലൈറ്റ് ഹൗസ് പോലെ നമുക്ക് കരുതുക. ഒരിടത്തിരിക്കും, ചുറ്റും സിഗ്നൽ സ്പ്രെഡ് ചെയ്യും. ഒരു സ്മോൾ അപ്പാർട്ട്മെൻറ്റിൽ ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷേ പ്രോബ്ലം തുടങ്ങുന്നത് വൈഫൈയുടെ സിഗ്നൽ വീടിൻ്റെ ഒരു വാൾ ക്രോസ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത്ത് ഏകദേശം 50% ഡ്രോപ്പ് ആവും. ഇപ്പോൾ ഒരു ഫ്ലോർ കടക്കുമ്പോൾ വീണ്ടും കുറയും. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു വില്ലനാണെന്ന് വേണമെങ്കിൽ പറയാം സിഗ്നൽ ബ്ലോക്ക് ചെയ്യുന്ന കാര്യത്തിൽ. വീണ്ടും അടുത്ത വാൾ കടന്ന് ബെഡ്റൂമിൽ എത്തുമ്പോൾ സിഗ്നൽ വീണ്ടും ഡ്രോപ്പ് ആകും. മെഷ് വൈഫൈയിൽ ഒരു പവർഫുൾ റൂട്ടർ ഇല്ല, പകരം മൾട്ടിപ്പിൾ നോഡ്സ് ആണുള്ളത്. ഒരു നോഡ് മോഡത്തിലേക്ക് കണക്ട് ചെയ്യും, അതാണ് മെയിൻ യൂണിറ്റ്. സോ ബാക്കി നോഡ്സ് വീടിൻ്റെ ഡിഫറെൻറ്റ് സ്പോട്ടിൽ പ്ലേസ് ചെയ്യാം. സോ ഈ നോഡ്സ് ഒന്നോടൊന്ന് വയർലെസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം ലിവിംഗ് റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫോണൊക്കെ ഓട്ടോമാറ്റിക്കലി നിയറസ്റ്റ് നോഡിലേക്ക് സ്വിച്ച് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ബഫറിങ്ങിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടാകത്തില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് പറയുകയാണെങ്കിൽ നമ്മൾ റേഞ്ച് എക്സ്റ്റൻഡർ ആണെങ്കിൽ അതിൻ്റെ സിഗ്നൽ സ്പ്ലിറ്റ് ആവും, സ്പീഡ് ഓഫ് ആവും, സെപ്പറേറ്റ് നെറ്റ്വർക്ക് നെയിമും ഉണ്ടാവും. എന്നാൽ മെഷിൽ ഒരു ഡെഡിക്കേറ്റഡ് ബാക്ക്ബോൺ ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ സെയിം നെറ്റ്വർക്ക് നെയിം ആയിരിക്കും. ഡെക്കോസ് X50 വൈഫൈ 6 ആണ്. സോ വൈഫൈ 6 പഴയതല്ലേ. സോ വൈഫൈ 6 റിലീസ് ചെയ്ത് വെച്ചാൽ 2019 വൈഫൈ 6E ഉണ്ട്, വൈഫൈ 7 ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് വൈഫൈ 6 യൂസ് ചെയ്തു? ഇവിടെ UK നമുക്ക് നോർമൽ യൂസിന് വൈഫൈ 6 കൊണ്ട് മോർ ദാൻ ഇനഫാണ്. നിങ്ങൾ 400 കൊണ്ട് കൊടുത്ത ഒരു റൂട്ടർ വാങ്ങേണ്ട ആവശ്യമില്ല. ഫുൾ ടൈം ഒരു ഗെയിമറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്ലാനാണ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈഫൈ 6Eയിലേക്കോ അല്ലെങ്കിൽ വൈഫൈ 7ലേക്ക് പോയാൽ മതി. നിങ്ങളുടെ ഡിവൈസ് അത് സപ്പോർട്ട് ചെയ്യുന്നതോടെ നിങ്ങൾ നോക്കണം. ഡെക്കോ X50 ഒരു സ്വീറ്റ് സ്പോട്ടാണ്. വൈഫൈ 6 പെർഫോമൻസ് എനിക്ക് 20 ഡിവൈസ് വരെ അത് സപ്പോർട്ട് ചെയ്യും. നമുക്കിതെങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. ഡെക്കോയുടെ യൂണിറ്റ് ബാക്ക് പാനലിലുള്ള പോർട്ടിൽ എത്തർനെറ്റ് കേബിൾ പ്ലഗ് ചെയ്യുക. കേബിളിൻ്റെ മറ്റേ എൻഡ് നിങ്ങളുടെ മോഡത്തിൻ്റെ ലാൻ പോർട്ടിൽ അല്ലെങ്കിൽ വാൾ സോക്കറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലഗ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇരിക്കുന്ന മോഡം നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് വേണമെങ്കിൽ ഇത് ഡെക്കോയുടെ യൂണിറ്റ് നിങ്ങളുടെ മെയിൻ യൂണിറ്റായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകിലെ സോക്കറ്റിൽ നിന്ന് ഇതിൻ്റെ ഡെക്കോയുടെ യൂണിറ്റിലേക്ക് പ്ലഗ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പവർ കേബിൾ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. 1 മിനിറ്റ് ശേഷം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബട്ടണിൽ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തെന്ന് കാണാം. അപ്പോൾ അത് റെഡി ആയെന്ന് അർത്ഥം. നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം.
ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്ത് TP-Link ഡെക്കോ എന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് ടേംസ് ഓഫ് യൂസ് അക്സെപ്റ്റ് ചെയ്യുക, കണ്ടിന്യൂ ഹിറ്റ് ചെയ്യുക. TP-Link ID ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട് അത് യൂസ് ചെയ്യുക. ബ്ലൂടൂത്ത് ആക്സസ് അലോ ചെയ്യുക. ആപ്പ് ഡിവൈസ് ഫൈൻഡ് ചെയ്യാൻ ഇത് ആവശ്യമാണ്. ആപ്പ് ഓട്ടോമാറ്റിക്കലി ഡെക്കോ യൂണിറ്റ് സ്കാൻ ചെയ്ത് ഫൈൻഡ് ചെയ്യും. സെറ്റപ്പ് ദ ഡെക്കോ ഹിറ്റ് ചെയ്യുക. ക്രിയേറ്റ് നെറ്റ്വർക്ക് ഓപ്ഷൻ കണ്ടാൽ അത് സെലക്ട് ചെയ്യുക. മോഡം റീസ്റ്റാർട്ട് പ്രോംപ്റ്റ് വരും. മോഡം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് ബാക്ക് ഓൺ ചെയ്യുക. മോഡം റീസ്റ്റാർട്ട് ഹിറ്റ് ചെയ്യുക. മെയിൻ ഡെക്കോൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ലിവിങ് റൂം അല്ലെങ്കിൽ ഏതാണ് കിച്ചൺ ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന കിച്ചൺ സെലക്ട് ചെയ്യുക. കണക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്യണം. UK മെജോറിറ്റി ഹോംസിൽ ഡൈനാമിക് IP ആണ് സാധാരണ വരിക. സോ അതിനുശേഷം ഇവിടെ വൈഫൈ നെറ്റ്വർക്ക് നെയിം ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് സ്ട്രോങ് ആയിരിക്കണം. എൻ്റർ ഹിറ്റ് ചെയ്ത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെറ്റ്വർക്കിലേക്ക് ഫോൺ ജോയിൻ ചെയ്യാൻ ആസ്ക് ചെയ്യും. ജോയിൻ ഹിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സെക്കൻഡ് ഡെക്കോ യൂണിറ്റ് ഹൗസിൻ്റെ ഏതെങ്കിലും മിഡിൽ പ്ലേസ് ചെയ്യുക. ഹാൽവേയിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ ലോഞ്ചിലാണ് പ്ലേസ് ചെയ്യാൻ വിചാരിക്കുന്നത്. നമുക്ക് ഡെക്കോൻ്റെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് കണക്ട് ചെയ്യാം. ഇവിടെ എത്ര സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. സോ അത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഈ ആപ്പിൽ സ്പീഡ് ടെസ്റ്റ് ആപ്പിൽ കയറിയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. സെയിം സ്പീഡ് നമുക്ക് കിച്ചണിൽ അതേ സ്പീഡ് നമുക്കിപ്പം നമ്മുടെ ലോഞ്ചിലും കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.